രണ്ടര വർഷത്തിന് മേളിലായിട്ട് സംരംഭം തുടങ്ങിയിട്ട്. സ്പെഷ്യൽ അച്ചാറുണ്ട്, അത് നമ്മൾ വാഴപ്പിണ്ടി അച്ചാർ. വേസവിപ്പിലെ സാറ് നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്തായിരുന്നു. നാട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മേക്കിംഗ് വീഡിയോ ആണ്. പക്ഷേ ഞാനല്ല മേക്ക് ചെയ്യുന്നത്, മറ്റൊരു ഫാമിലിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രമാടത്തുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കുടുംബമാണ്. അതിൻ്റെ ഒരു അനീഷ്. എൻ്റെ പേര് യമുന. അനീഷും യമുനയും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. ഇവിടെ ഇവർക്കൊരു ചെറിയ യൂണിറ്റ് ഉണ്ട്. കേക്കുകൾ ഉണ്ടാക്കുക, പിസ്സ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവരോട് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും ഒരു കേക്ക് നമ്മളെ ഉണ്ടാക്കി ഇന്ന് കാണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിലേക്കുമാണ് നമ്മൾ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് എത്ര നാൾ മുമ്പ് ചെയ്തിരിക്കുന്ന? ഇത് ഒരു മാസം മുന്നേ. ഒരു മാസം, ക്രിസ്മസിനോടനുബന്ധിച്ച് ചെയ്തതല്ലേ? ഇതിലിപ്പോൾ എന്താ ഇട്ടിരിക്കുന്നത്? ഇതിൽ പിന്നെ പ്ലം കേക്കിൻ്റെ വേണ്ടിയുള്ള മൈദ, മുട്ട, പിന്നെ ഓയില്, ഷുഗർ എല്ലാം കൂടെ അടിച്ചു വെച്ചതാണ്. ലോ സ്പീഡിൽ നമ്മളിത് ബീറ്റ് ചെയ്ത് എടുക്കണം. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി. മിനിറ്റ് 45 അല്ല 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. പ്ലം കേക്കിന് ബേക്കിംഗ് ടൈം കൂടുതലാണ്. എത്ര ഇതിന് ടെമ്പറേച്ചർ കൊടുക്കുന്നത്? ഇത് നമ്മൾ 150 ഡിഗ്രിയാണ്. ഇത് 140 മതി മുകളിൽ, 150 വേണം താഴെ. എന്നിട്ട് 30 മിനിറ്റ് നമ്മൾ അലാറം അടിക്കും. 45 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അലാറം ഓൺ ചെയ്യണം. ടൈം അലാറം ഓൺ ചെയ്ത് അപ്പം അടിക്കുമ്പോൾ എടുക്കുക. കേക്ക് റെഡി ആയിട്ടുണ്ടല്ലേ? അതെ, കേക്ക് റെഡിയാണ്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇപ്പോഴൊരു പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചത്. ഇനിയും അവർക്ക് ഓർഡറുള്ള ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ ഐസിങ് ചെയ്യുകയാണ്. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ക്രീമാണ്. കോസ്റ്റ്ലിയാ. ഒരു ബോക്സിന് 260 രൂപയാണ് റേറ്റ്, ഒരു പാക്കറ്റിന്. പിന്നെ നമ്മൾ നല്ലോണം മെൽറ്റായിട്ട് അത് ഒഴിക്കുന്നത്, എന്നാൽ മാത്രമേ നല്ലതായിട്ട് ബീറ്റായിട്ട് വരത്തുള്ളൂ. നമ്മൾ ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം ക്രീം നമ്മൾ ബീറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മളതിന് തണുപ്പിക്കും ഫ്രിഡ്ജിൽ വെച്ച്. അതിന് ശേഷമാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ടെൻഡർ കോക്കനട്ട് കേക്കാണ് ഇവരുണ്ടാക്കുന്നത്. ഇതൊരു 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുഴുവൻ പ്രോസസ്സിങ്ങും ഇപ്പോൾ നമുക്ക് കാണാം. ആ ബേസും സ്പഞ്ചുമായിട്ടൊന്ന് സ്റ്റിക്കാകാൻ വേണ്ടി ഒരു ചെറിയ ശകലം ക്രീം ഒന്ന് അപ്ലൈ ചെയ്യണം അതിൻ്റെ ടോപ്പിൽ. അപ്പോൾ അത് തെന്നി മാറാതിരിക്കും. ഫസ്റ്റ് ലെയർ വെക്കുന്നു. ചെറിയ രീതിയിൽ കൊക്കനട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കും.
അതതിൻ്റെ ടോപ്പിൽ ഈവനായിട്ട് ഒന്ന് നിരത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കോക്കനട്ടിൻ്റെ പൾപ്പ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോക്കനട്ട് പൾപ്പാണ് അത് ക്രഷ് ചെയ്തത്. അത് ഒരു ലെയറിലോട്ട് ഇട്ട് കൊടുക്കും. അത് എല്ലായിടത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ക്രഷ് ചെയ്തു. സെക്കൻഡ് ലെയറിൻ്റെ ടോപ്പിലും നമ്മൾ ക്രീം ഈവനായിട്ട് അപ്ലൈ ചെയ്യണം. കഴിഞ്ഞ ലെയർ ചെയ്ത പോലെ തന്നെ ഇതിലും ക്രഷ് ചെയ്ത കോക്കനട്ട് അപ്ലൈ ചെയ്യും. ചോക്ലേറ്റും എല്ലാ ഭാഗത്തും നിരത്തി കൊടുക്കുക. പിന്നെ തേർഡ് ഫൈനൽ ലെയർ അതിൻ്റെ മുകളിൽ വെക്കുക. ഇതും കോക്കനട്ട് വാട്ടർ ഉപയോഗിച്ച് വെറ്റാക്കി കൊടുക്കണം. അതിനുശേഷം ഇത് ക്രം കോട്ട് എന്ന് പറയും. ഈ ക്രംസൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. സെറ്റായതിനു ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതും സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യണം. അതിനുശേഷം അനീഷും എമിനെയും കൂടി ഒരു പിസ്സ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. പനീറിൻ്റെ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് കൂടി നമുക്ക് കാണാം. സോസ് നമ്മളിവിടെ തന്നെ ചെയ്യുന്ന സോസാണ്. കൊണ്ട് 180 ഡിഗ്രി താഴത്തെ ഇവിടെ 180 ഡിഗ്രിയിൽ വെക്കണം. മുകളിൽ 135 ഡിഗ്രി പ്രീഹീറ്റ് ആവണം. എന്നിട്ട് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. പ്രീഹീറ്റായി. മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. അലാറം ഓൺ ചെയ്യാം. നമ്മുടെ പിസ്സ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
വളരെ നല്ല പിസ്സയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാവുന്ന പിസ്സയാണ്. 2.5 വർഷത്തിന് മേളിലായിട്ട് സംരംഭം തുടങ്ങിയിട്ട്. കോവിഡ് കാലത്താണോ തുടങ്ങിയത്? കോവിഡിന് തൊട്ട് മുമ്പായിട്ടാണ് തുടങ്ങുന്നത്. കോവിഡിനോട് കൂടിയാണ് ഒന്നുകൂടെ ശക്തമായിട്ട്. എങ്ങനെ ഇത് തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? നേരത്തെ ബേക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ? അതോ ഇല്ല, അങ്ങനെ ബേക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക അറിവുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങളുടെ മൂത്ത കുട്ടിയുടെ ബർത്ത്ഡേയുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ അത് സക്സസ് ആയി. പിന്നെ അത് മുന്നോട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇത് ആദ്യം ചെയ്തു കൊടുത്തു. അവരൊക്കെ നല്ലൊരു കമന്റ് പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മൾ ഓർത്ത് ഇതെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് എന്ന രീതിയിൽ ചെയ്യാവുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തത്? അതിന് വേണ്ടി ആദ്യം സ്റ്റെപ്പുകൾ ഫസായി ലൈസൻസ് എടുത്തു. പിന്നെ വ്യവസായ വകുപ്പായിട്ട് ആലോചിച്ചിട്ട് വ്യവസായ വകുപ്പിലെ സാറ് നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്തായിരുന്നു. അവരാണെങ്കിൽ ഇങ്ങനെ വെളിയിലൊരു യൂണിറ്റ് പോലെ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കതിൻ്റെ സബ്സിഡി കിട്ടി. 45% സബ്സിഡി സാറ് വാങ്ങിച്ചു തന്നു. അങ്ങനെ അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിലും എന്ത് ഹെൽപ്പ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിലും മെഷീനറി ഒക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്യണമെന്നുള്ളതായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അങ്ങനെ അവർ നല്ല സപ്പോർട്ടോടു കൂടിയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നല്ല സാധനം നമ്മൾ നല്ലതായിട്ട് ഉണ്ടാക്കി നല്ലതായിട്ട് വൃത്തിക്ക് കൊടുക്കുന്നതാണ് നമുക്ക് ഓർഡർ കിട്ടാനുള്ള മെയിൻ കാരണം. നല്ല നീറ്റായിട്ട് കൊടുക്കുന്നത്. സെപ്പറേറ്റ് ഒരു പിന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പറുമായിട്ടൊക്കെ ആലോചിച്ചായിരുന്നു. പിന്നെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ സെപ്പറേറ്റ് ഇതിനൊരു റൂം തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ഒരു സെപ്പറേറ്റ് ഒരു മുറി ഇതിന് ചെയ്തു. അതിന് സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തു. അപ്പം എങ്ങനെയാണ് കേക്കുകളൊക്കെ ഓർഡർ എടുക്കുന്നത്? ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന കേക്കിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ പിന്നെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു വാട്സപ്പിൽ. അപ്പോൾ അത് കണ്ടിട്ടായിരുന്നു ഓർഡർ വരാൻ തുടങ്ങിയത്. പിന്നീട് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് ഡെവലപ്പ് ആക്കാൻ വേണ്ടി ഞങ്ങൾ മാർക്കറ്റ് പ്ലേസുകളിലൊക്കെ ഇട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയാണ് കൂടുതലും ഓർഡർ വരുന്നത്. കൂടുതലും ഡയറക്റ്റ് കസ്റ്റമേഴ്സാണ്. പിന്നെ കുറച്ച് ബേക്കറികളിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിസയും കേക്കുമാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? മുന്നോട്ട് ഇത് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള പ്ലാൻ തന്നെയാണ്. ആദ്യം ഞങ്ങൾ ശരിക്കും തുടങ്ങുന്നത് അച്ചാറിൻ്റെ ഒരു ബിസിനസ്സായിരുന്നു. അപ്പോൾ അച്ചാറിൻ്റെ ഞങ്ങൾ ചെയ്ത് തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. നമ്മൾ ശരിക്കും അത് വീട്ടിലെങ്ങനെയാണ് നമ്മൾ വീട്ടാവശ്യത്തിന് അതിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ അച്ചാർ ഇല്ലായിരുന്നോ? സ്പെഷ്യൽ അച്ചാർ ഉണ്ടായിരുന്നു. അത് നമ്മൾ വാഴപ്പിണ്ടി അച്ചാർ. അത് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്ന ആ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഒരു നല്ലൊരു അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. കാരണം അതിന് മുതൽ മുടക്കുണ്ട്. പക്ഷേ മാർക്കറ്റിനെ വെച്ച് നോക്കുന്നുള്ളേ നമുക്ക് ആ ഒരു റേഞ്ചിൽ വിറ്റഴിക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഈ കേക്ക് ബേക്കിങ്ങിലോട്ട് എത്തിയത്. ഇതിൽ കുറെ കൂടെ ബിസിയായി, കുറെ കൂടുതൽ തിരക്കായപ്പം അത് കുറച്ച് ഉണ്ട്, സൈഡിൽ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അതിന് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ കേക്കിൻ്റെ ഇപ്പം നമ്മൾ ഈ ക്രിസ്മസിന് പ്ലം കേക്ക് പിന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള സോക്കിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുന്നോട്ടൊന്ന് കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട് മനസ്സിൽ. വ്യത്യസ്തമായിട്ട് ഒരുപാട് കേക്കുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഏതൊക്കെയാണ് അതിൻ്റെ വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് പറയാം. കസ്റ്റമർ പറയുന്ന പോലെ എല്ലാ ടൈപ്പും നമ്മൾ ചെയ്തു കൊടുക്കും. വൈറ്റ്, ബ്ലാക്ക്, റെഡ് വെൽവെറ്റ്, ബട്ടർ സ്കോച്ച്, ടെൻഡർ കോക്കനട്ട്, ചോക്ലേറ്റ് കേക്ക്, സ്പാനിഷ് ഡിലൈറ്റ്, അങ്ങനെ എല്ലാ ടൈപ്പ് കേക്കും ചെയ്ത് കൊടുക്കാം. 35ഓളം വെറൈറ്റികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരേ ക്വാളിറ്റിയിലാണോ നിങ്ങൾ? ഓരോന്നിനും ഓരോ ഫ്ലേവറാണ്. അതനുസരിച്ച് ക്വാളിറ്റി നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട് എല്ലാത്തിനെയും കാണുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് ചെറിയ കസ്റ്റമർ ആയാലും വലിയ കസ്റ്റമർ ആയാലും ഞങ്ങൾ വെഡ്ഡിങ് പാർട്ടിയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ബാപ്റ്റിസം അങ്ങനെയുള്ള നല്ല ഫങ്ഷനായിട്ട് തന്നെ അവരുടെ കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് തന്നെ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ കേക്ക് ആയാലും അതോടൊപ്പം തന്നെ ചെറിയൊരു 200 രൂപയുടെ കേക്ക് വന്നാലും നമ്മൾ ക്വാളിറ്റി ഫാക്ടർ ഒന്ന് തന്നെയാണ്. എത്തിക്കേണ്ടിടത്ത് എല്ലാം നിങ്ങൾ എത്തിച്ചു കൊടുക്കും? എല്ലായിടത്തും ഞങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ 2 പേരാണല്ലേ? അതെ. കുഞ്ഞുങ്ങളെ പേരൊന്ന് പറയാം. മൂത്ത ആള് ആയുഷി അനീഷ് കുമാർ, രണ്ടാമത്തെ ആള് ആമി അനീഷ് കുമാർ. രണ്ടുപേരും സ്കൂളിൽ. മൂത്ത ആൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാൾ UKG പഠിക്കുന്നു. അടുത്ത് തന്നെ നേതാജി സ്കൂളിൽ. ഞാൻ ഗൾഫിലായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്, ക്വാളിറ്റി ഇൻസ്പെക്ടറായിട്ട്.
അനീഷും യമുനയും ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചുറ്റുവട്ടത്തെല്ലാം അയൽവക്കക്കാരൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് കൂടി ഇതിൽ ഉണ്ടാവുമല്ലോ അല്ലേ? നാട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. ഇവിടെ ഉള്ളവർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചേച്ചിയും ടീച്ചർമാരും എല്ലാവരും അതിലൊക്കെ എല്ലാവരും നമ്മളോട് നല്ല സ്നേഹമാണ്. അവർ അത്യാവശ്യം ഓർഡർ തരാറുണ്ട്. മറ്റ് ആൾക്കാരോട് പറഞ്ഞ് നമുക്ക് ഓർഡർ തരാറുണ്ട്. എല്ലാ കേക്കും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇപ്പം ക്രിസ്മസ് സീസണാണ്, ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു, കൂടുതൽ കേക്ക് ചിലവാകുന്ന സമയമാണ്. അപ്പം അതിൻ്റെ എന്തെങ്കിലും വെറൈറ്റികൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? വെറൈറ്റി കേക്കുകൾ ഇപ്പോൾ ക്രിസ്മസോടനുബന്ധിച്ച് നമ്മൾ പ്ലം കേക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള സോക്കിംഗ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മാർബിൾ കേക്ക് ചെയ്യുന്നുണ്ട്, ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ചെയ്യുന്നുണ്ട്, ഈ ഐസിങ് കേക്ക് കൂടാതെ തന്നെ. ഇവരുടെ വെറൈറ്റി കേക്കുകൾ വേണ്ടിയവർ ഇവരുടെ ഫോൺ നമ്പറും ഒക്കെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അതിലിവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് സ്ഥലം വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ പ്രമാടത്തേക്ക് വരുമ്പോൾ അവിടെ നേതാജി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗമാണ് ഇവരുടെ വീട്. സുഹൃത്തുക്കളെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം ഇതൊരു സംരംഭകർക്ക് പ്രചോദനം നൽകുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെ മനസ്സിലാഗ്രഹമുണ്ട് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ഇതൊരു ഉദാഹരണമാണ്. ഇവർ ചെയ്യുന്ന രീതികൾ. ഇവർ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഷെഡ് ഇതിനു വേണ്ടി കിച്ചണായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഇതിന് വേണ്ട ലൈസൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. എല്ലാം ഒരു തട്ടിക്കൂട്ടല്ല, എല്ലാം കൃത്യമായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ എല്ലാം ചെയ്യുന്നതെല്ലാം നല്ല ക്ലീനായിട്ടാണ്. FSI ലൈസൻസ് എല്ലാം ഉൾപ്പെടെ അവർക്കുണ്ട്. നമുക്കും ഇത് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പലർക്കും ഇങ്ങനെ എന്തെങ്കിലും ചെറിയ സംരംഭങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ട്. ഇതൊരു ഉദാഹരണമാണ്. ഇവർ ചെറിയ രീതിയിൽ ചെയ്ത് അവർ വിജയിച്ച് നിൽക്കുകയാണ്. നല്ല രീതിയിൽ അവർക്ക് ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ പഴയ വീഡിയോകൾ ഒരുപാട് കിടപ്പുണ്ട്, അതൊക്കെ കാണുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം,